വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബി സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മൾ ചെറിയൊരു വിവരണമാണ് നോക്കാൻ പോണത് ഇംഗ്ലീഷിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് എ പ്ലേസ് യു ഹാവ് റീസെൻ്റ്ലി വിസിറ്റഡ് യൂസിങ് സം ഓഫ് ദീസ് വേർഡ്സ്. താഴെ തന്നിരിക്കുന്ന കുറച്ച് വേർഡ്സ് വെച്ചിട്ട് നിങ്ങൾ ഈ അടുത്ത് വിസിറ്റ് ചെയ്ത ഒരു പ്ലേസിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇവിടെ തന്നിട്ടുള്ള വാക്കുകൾ? ബ്യൂട്ടിഫുൾ, പ്രിറ്റി, ക്വയറ്റ്, ബെസി, അതുപോലെ തന്നെ പീസ്ഫുൾ, നോയ്സി, ഗ്രീന്, സേഫ്, ഡേഞ്ചറസ്, ക്രൗഡഡ്, എംപ്റ്റി, കളർഫുൾ, ലൈവ്ലി, ബ്രെത്ത് ടേക്കിംഗ്, അതുപോലെ തന്നെ ബസ്റ്റ്ലിംഗ്, വൈബ്രന്റ്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത രണ്ട് വേർഡ്സിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ക്വയറ്റ്. രണ്ട് തരം ക്വയറ്റുകളുണ്ട്. ഒന്ന് QUIETയും QUITEയും. അപ്പോൾ ഇതിന് രണ്ടിനും വെവ്വേറെ മീനിങ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. QUIET എന്ന് പറയുമ്പോൾ നിശബ്ദമായ എന്നത് വരും. അതുപോലെ QUITE എന്ന് പറയുമ്പോൾ തികച്ചും എന്നതും വരും. ഓക്കെ, ഇത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു വാക്ക് പറഞ്ഞില്ല, ബസ്റ്റ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കുള്ളത്. ഓക്കെ, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതാം, അല്ലാതെ തന്നെ നമുക്കൊരു ചെറിയ ലെറ്റർ ആയിട്ട് എഴുതാം. നമ്മൾ പോയ സ്ഥലത്തിനെ പറ്റി നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കുന്ന രീതിയിലുള്ള ചെറിയൊരു ലെറ്റർ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകാം. ലാസ്റ്റ് ഇയർ ഐ വിസിറ്റഡ് കന്യാകുമാരി. കഴിഞ്ഞ വർഷം ഞാൻ കന്യാകുമാരിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. അത് നല്ല ഭംഗിയുള്ള ഒരു പ്ലേസ് ആയിരുന്നു. On the way to Kanyakumari, there are many pretty gardens. നമ്മൾ കന്യാകുമാരിയിലോട്ട് പോണ വഴിയിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള ഗാർഡൻ, പൂന്തോട്ടങ്ങൾ കണ്ടു. അതുപോലെ തന്നെ the green fields on both sides were colorful. രണ്ട് സൈഡിലുമുള്ള ഗ്രീൻ ഫീൽഡ്, പച്ചപ്പ് നിറഞ്ഞ വയലുകൾ വളരെ ഭംഗിയുള്ളതായിരുന്നു, നല്ല കളർഫുൾ ആയിരുന്നു. അതേപോലെ തന്നെ ദ റോഡ് വാസ് വെരി ബസ്സി. ആ ഒരു റോഡ് ഭയങ്കര തിരക്കുള്ളതായിരുന്നു. അതുപോലെ തന്നെ വെൻ വി റീച്ച് ദെയർ ദ ബീച്ച് വാസ് വെരി ക്രൗഡഡ്. നമ്മൾ ബീച്ചിലേക്ക് എത്തിയപ്പോൾ ആ ബീച്ച് ഭയങ്കര തിരക്കും നിറഞ്ഞതായിരുന്നു. അതുപോലെ തന്നെ ദ പീപ്പിൾ ആർ വെരി നോയ്സി. ഈ ആളുകളെല്ലാം കൂടെ ചേർന്നപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. അതുപോലെ തന്നെ ദെയർ ആർ സം ഡേഞ്ചറസ് പ്ലേസസ് ഇൻ ദ ബീച്ച്. കുറച്ച് അപകടകരമായ ബീച്ചിൽ കുറച്ച് അപകടകരമായ പ്ലേസസ് ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് വി ആൾ ആർ സേഫ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തണം. ബട്ട് ഇൻ ദ വിവേകാനന്ദ റോക്സ് വി ക്യാൻ ഫീൽ പീസ്. നമുക്ക് നല്ലൊരു സമാധാനം തോന്നും വിവേകാനന്ദ റോക്സിൽ പോകുമ്പോഴത്തേക്കിനും. ഐ വാസ് വെരി അഫ്രൈഡ് ഓഫ് ബോട്ടിങ്. എനിക്ക് ഭയങ്കര പേടിയാണ് ബോട്ടിങ്, പക്ഷെ ഞാൻ എന്തായിരുന്നാലും പോയി. ദ എക്സ്പീരിയൻസ് വാസ് ബ്രെത്ത് ടേക്കിംഗ്. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ബോട്ടിരിക്കുമ്പോൾ പേടിച്ചിട്ട് ശ്വാസം എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ ടെമ്പിൾ വാസ് ക്വയറ്റ്. ആ ഒരു ടെമ്പിളിൻ്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ക്വയറ്റ് ആയിരുന്നു, നല്ല നിശബ്ദമായിരുന്നു. ആൻഡ് പീസ്ഫുൾ, നല്ല സമാധാനം തരുന്നതും നല്ല നിശബ്ദവുമായിരുന്നു ആ ടെമ്പിളിൻ്റെ അറ്റ്മോസ്ഫിയർ. ദ ബീച്ച് വാസ് ബസ്റ്റ്ലിംഗ് വിത്ത് ഫാമിലീസ് ആൻഡ് സെല്ലേഴ്സ്. ആളുകളെ, കച്ചവടക്കാരെ കൊണ്ട്, കുടുംബങ്ങളെ കൊണ്ടിട്ടും ആ ബീച്ച് ഭയങ്കര ബസ്റ്റ്ലിംഗ്, തിരക്കുള്ളതായിരുന്നു. അതുപോലെ തന്നെ we can feel a lively atmosphere in the beach. ഓക്കെ, നല്ലൊരു മനോഹരമായ അറ്റ്മോസ്ഫിയർ ബീച്ചിൽ ഫീൽ ചെയ്യും. അവിടെ however I enjoyed the vibrant journey very much. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ബോട്ടിൽ കയറാൻ പേടിയുണ്ടെങ്കിലും നമ്മൾ ബീച്ചിൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിലും എനിക്ക് ആ ഒരു ജേണി, ആ ഒരു യാത്ര വളരെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. വൈബ്രൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് വർണ്ണാഭമായെന്നോ, വൈബ്രൻറ്റിന് ഒരുപാട് മീനിങ്സ് ഉണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വർണ്ണാഭമായത് എന്നാണ് കേട്ടോ. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ജേണി എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാം, ഇവിടെ നമ്മൾ ബ്യൂട്ടിഫുൾ യൂസ് ചെയ്തേ. ബ്യൂട്ടിഫുൾ എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്ത്. ഇനി കന്യാകുമാരി പ്രിട്ടി എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്ത്. ഗ്രീൻ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സേഫ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തു. ഇനി
കളർഫുൾ ഇതാണ്ട് കിടക്കുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടേ. ഇനി എന്താ ലൈവ്ലി താണ്ട് കിടക്കുന്നു. ലൈവ്ലി നമ്മൾ യൂസ് ചെയ്തു. അവിടെ എം ടി യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എം ടി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ക്രൗഡഡ് ഇതാ കിടക്കുന്നു. നമ്മൾ ആ ക്രൗഡഡ് യൂസ് ചെയ്തു. ഇനി ബസ്സി നമ്മൾ യൂസ് ചെയ്തേ. ഇനിതാ ക്വയറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. എന്ത് ഇനി പീസ്ഫുൾ യൂസ് ചെയ്തു. ഇനി നോയ്സി താണ്ട് കിടക്കുന്നു നമ്മൾ യൂസ് ചെയ്തേ. ഡേഞ്ചറസ് യൂസ് ചെയ്തിട്ടുണ്ട്. ക്രൗഡഡ് യൂസ് ചെയ്തേ. ലൈവ്ലി നമ്മൾ യൂസ് ചെയ്തു. ബ്രെത്ത് ടേക്കിംഗ് നമ്മൾ യൂസ് ചെയ്തേ. ബസ്റ്റലിംഗ് കണ്ടുപിടിച്ച് വരുമ്പോൾ അതാണ് ബസ്റ്റലിംഗ് നമ്മൾ യൂസ് ചെയ്തു. വൈബ്രൻറ്റ് നമ്മൾ യൂസ് ചെയ്തു. ഇതിന് നമ്മൾ യൂസ് ചെയ്യാത്തതായിട്ട് ഈ എം ടി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എം ടി വെച്ചിട്ട് ബീച്ചുമായി ബന്ധപ്പെട്ടൊരു സെൻറ്റൻസ് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ.